അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 100. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവജദക ആയിലം ഫഅഗ്നാ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അവസാനത്തെ അനുഗ്രഹമായി അള്ളാഹു പറയുന്നു, വവജദക ആയിലം ഫഅഗ്ന. നബിയെ, തങ്ങളെ ദരിദ്രനായി അള്ളാഹു കണ്ടപ്പോൾ അങ്ങയെ സമൃദ്ധനാക്കിയവനാണ്, മുതലാളിയാക്കിയവനാണ്, അങ്ങേക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിച്ചവനാണ് അള്ളാഹു. എങ്ങനെയാണ് ഈ സമൃദ്ധി അള്ളാഹു നൽകിയത്? ഒന്നാം ഘട്ടം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള കല്യാണം നടത്തിക്കൊടുത്തുകൊണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ടാണ് ഒന്നാം ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇഗ്നാ ചെയ്തത്, സമൃദ്ധനാക്കിയത്. പിന്നീട് തുടർന്ന് ഇസ്ലാമിക സമരക്കളത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്തുകളെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നടത്താൻ ആവശ്യമായ പൊതുസ്വത്ത് ധാരാളം ഹബീബിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ അന്തസ് പോലെ മക്കയുടെയും മദീനയുടെയും രാജാവായിട്ട് മുത്തുനബി നടത്തി. ഈ ആയത്തിറങ്ങുമ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. ഖദീജ ബീവിയുടെ കല്യാണം മാത്രമേ നടന്നിട്ടുള്ളൂ. എങ്കിലും പിൽക്കാലത്ത് 100 ഒട്ടകങ്ങളെയൊക്കെ ഹിബത്ത് കൊടുക്കാൻ മാത്രം, ഫ്രീ നൽകാൻ മാത്രമുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക് മുത്തുനബിയെ അള്ളാഹു ഉയർത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പിൽക്കാലത്ത് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ലമ്മാ കാന ദാലിക മഅലൂമൽ വുഖൂഇ കാനകൽ വാഖിഅ, തഫ്സീർ ഗ്രന്ഥങ്ങൾ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് അള്ളാഹുവിന് ഉറപ്പുള്ളതുകൊണ്ട് തന്നു എന്നങ്ങ് പറയുകയായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയിലേക്ക് ഒരിക്കൽ കടന്നു വരുമ്പോൾ ഹബീബ് വല്ലാതെ ദുഃഖിതനാണ്. ഖദീജ ബീവി ചോദിച്ചു, മാ ലക യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾക്കെന്തു പറ്റി? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ദുഃഖിതനായി കയറി വരുമ്പോൾ ബീവി ഖദീജുമ്മ ചോദിക്കുന്നു, ഹബീബെ തങ്ങൾക്കെന്തു പറ്റി? നബി തങ്ങൾ പറഞ്ഞു, അസ്സമാനു സമാനു കഹ്തിൻ. അതെ, ഇത് വരൾച്ചയുടെ കാലഘട്ടമാണ്, എല്ലാ നിലക്കും വറുതിയുടെ കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഫഇൻ അന ബദൽതുൽ മാല യൻഫദു മാലുകി. ഈ പട്ടിണി പാവങ്ങളെ സഹായിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്, നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകളെ. പക്ഷേ ഖദീജ, നിന്റെ കയ്യിലുള്ള സമ്പത്താണല്ലോ എന്റെ കയ്യിലുള്ളത്. അതെങ്ങാനും ഞാൻ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് തീർന്നു പോകും. ഫഅസ്തഹയി മിൻകി. അതുകൊണ്ട് നിന്റെ സമ്പത്തെടുത്ത് ചെലവഴിക്കാൻ ഞാൻ നാണിക്കുന്നു ഖദീജ. വഇല്ലം അബ്ദുൽ അഹാഫുല്ലാ. എന്നാലോ എന്റെ കയ്യിൽ പണമുണ്ടായിട്ടും, സംഗതി നിന്റെ പണമാണെങ്കിലും ഞാനത് പാവങ്ങൾക്ക് കൊടുക്കാതെ ഇവിടെ പട്ടിണി പാവങ്ങൾ മരിച്ചാൽ അഹാഫുല്ലാ, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു ഖദീജ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി ഖുറൈശികളെ മുഴുവനും വിളിച്ചു വരുത്തി. അക്കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സിദ്ദീഖ് പറഞ്ഞു, എന്നിട്ട് ഖദീജ ബീവി കുറെ സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട് ഞങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. സബ്ബത്ഹ, ധനാനീറുകൾ കൊണ്ടുവന്ന്, സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്ന് കുന്നുകൂട്ടി. ഹത്താ ബലഗത് മബ്ലഗൻ ലം യഖഅ ബസരി അലാ മൻ കാന ജാലിസൻ ഖുദ്ദാമി. എന്റെ മുമ്പിൽ കൂട്ടിയിട്ട സ്വർണ്ണ നാണയങ്ങളുടെ കൂമ്പാരം കൊണ്ട് അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആളെ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ലികസ്റത്തിൽ മാൽ, അത്രയും അധികം സ്വർണ്ണ നാണയങ്ങൾ കൂട്ടിയിട്ടുകൊണ്ട്. ഖദീജ ബീവിയുടെ സ്വന്തം സ്വത്താണിത്. എന്നിട്ട് ഖദീജ ബീവി പറഞ്ഞു, സുമ്മ ഖാലത് ഇശ്ഹദു, ഖുറൈശികളെ നിങ്ങളെല്ലാവരും സാക്ഷികളാവണം. അന്ന ഹാദൽ മാല മാലു, ഈ സമ്പത്ത് മുഴുവനും മുഹമ്മദിന്റെ സമ്പത്താണ്. ഇൻഷാ ഫറഖ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് വീതിക്കാം, ആർക്കും കൊടുക്കാം. വഇൻഷാ അംസക, വേണമെങ്കിൽ സ്വന്തമായി പിടിച്ചുവെക്കാം. എല്ലാം ഞാൻ ഉടമപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. മുഹമ്മദിന്റെ, എന്റെ ഭർത്താവിന്റെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളെ വിളിച്ചു വരുത്തിയത് മുഴുവനും വിതരണം ചെയ്തു എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഈ ഒരവസ്ഥയിലേക്ക്
അള്ളാഹുവിന്റെ ഹബീബിന് പണം നൽകിയത് ഖദീജ ബീവിയുടെ പണം കൊണ്ടായിരുന്നു. ഇതാണ് വവജദക ആയിലം ഫഅഗ്ന, നബിയെ പരമദരിദ്രനായി കണ്ട തങ്ങളെ അള്ളാഹു സമൃദ്ധനാക്കിയില്ലേ എന്ന് ചോദിച്ചത് അവിടെയാണ്. ഇനി ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. തഫ്സീർ റൂഹുൽ ബയാൻ അത് എഴുതുന്നുണ്ട്. എന്താണ് അള്ളാഹു അടിമകൾക്ക് സമൃദ്ധി നൽകുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. സമ്പത്ത് കൊടുത്തുകൊണ്ടുള്ള സമൃദ്ധിയുണ്ട്, അത് സാധാരണക്കാർക്ക് കൊടുക്കുന്നതാണ്, അതും മുത്തുനബിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയോ ആത്മീയത നൽകിക്കൊണ്ടുള്ള സമൃദ്ധിയുണ്ട്, അത് സ്പെഷ്യൽ മനുഷ്യർക്ക് മാത്രമേ ലഭിക്കൂ. അതാണ് യഥാർത്ഥത്തിലുള്ള സമൃദ്ധി. കാരണം ജനങ്ങൾക്ക് സമ്പന്നനെ ആവശ്യമുള്ളതിലേറെ ആവശ്യം ആത്മീയ നേതാവിനെയാണ്. അതുകൊണ്ട് ആത്മീയ സമൃദ്ധിയാണ് നൽകിയത്. ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞത് അള്ളാഹു ചെയ്ത ഗുണം എടുത്തു പറയുകയല്ല, മറിച്ച് താൻ കൈയൊഴിക്കപ്പെട്ടോ എന്ന സംശയത്തിനു ശേഷം തിരുനബിയുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എണ്ണി എണ്ണി പറയുകയാണ്. സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറഞ്ഞു, മുത്തുനബി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, സഅൽതു റബ്ബി മസ്അല, ഞാൻ റബ്ബിനോട് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. വദിത്തു അന്നീ ലം അകുൻ സഅൽതു, ഞാൻ വിചാരിച്ചു പടച്ചോനെ അത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ചോദിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു പോയി. ഖുൽതു ഖദ് കാനത് ഖബ്ലി അംബിയാ, ഞാൻ പറഞ്ഞു എന്റെ മുമ്പ് ഒരുപാട് നബിമാര് വന്നിട്ടുണ്ടല്ലോ അല്ലാ. മിൻഹും മൻ സഖർത ലഹു റീഹ്, മിൻഹും മൻ സഖർത ലഹു റീഹ്, ആ നിങ്ങൾക്ക് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകന്മാർ ആ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ യുഹ്യിൽ മൗത, മരിച്ചവരെ ഹയാത്താക്കുന്ന ഈസാ നബി ഉണ്ടായിരുന്നു. കാറ്റിനെ നീ കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പടച്ചോനെ, എനിക്കതൊന്നും കിട്ടിയോ, അതൊക്കെ കിട്ടിയോ എന്നാണ് ഉള്ളിലൂടെ മുത്തുനബി ചോദിക്കുന്നത്. ഉടനെ അള്ളാഹ് പറഞ്ഞു, നബിയെ തങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ലേ? യാ മുഹമ്മദു അലം യജിദ്ക യതീമൻ ഫആവൈതുക, തങ്ങളെ അനാഥനായി കണ്ടപ്പോൾ തങ്ങൾക്ക് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്. ഖുൽതു ബലാ യാ റബ്ബ്, അതേ റബ്ബേ അത് ശരിയാണ്. അലം അജിദ്ക ളാല്ലം ഫഹദൈതുക, നബിയെ തങ്ങളെ ഒരു സത്യാന്വേഷിയായി കണ്ടപ്പോൾ തങ്ങളെ ആ സത്യത്തിലേക്ക് നാം വഴി ചേർത്ത് നിന്നിട്ടില്ലേ? ഖുൽതു ബലാ യാ റബ്ബ്, ഞാൻ പറഞ്ഞു യെസ് അതേ റബ്ബേ. ഉടനെ ചോദിച്ചു, അലം യജിദ്ക ആയിലം ഫഅഗ്നൈതുക, പരമദരിദ്രനായി കണ്ട തങ്ങൾക്ക് ഞാൻ സമൃദ്ധി നൽകിയില്ലേ തങ്ങളെ? ഖുൽതു ബലാ യാ റബ്ബ്, ഞാൻ പറഞ്ഞു അതേ റബ്ബേ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹ് വീണ്ടും ചോദിച്ചു, അലം അശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ച് നാം വിശാലമാക്കി തന്നില്ലയോ? അലം അദഅ അൻക വിസ്റക, പാപങ്ങൾ അങ്ങയെ തൊട്ട് ഞാൻ ഇല്ലാതെയാക്കി കളഞ്ഞില്ലയോ? അലം അർഫഅ ലക ദിക്റക, അങ്ങയുടെ കീർത്തി ഞാൻ ഉയർത്തി തന്നില്ലയോ? ഖുൽതു ബലാ യാ റബ്ബ്, ഞാൻ പറഞ്ഞു അതേ റബ്ബേ അതേ റബ്ബേ. അഫ്വൻ, എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്. അള്ളാഹു കാര്യങ്ങൾ ഇങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നി. അത്രയും അധികം അള്ളാഹു എന്നെ പരിഗണിച്ചിട്ടുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ ഈ നടത്തിയ സംഗതികളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ, പ്രസ്താവനകളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങളിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ നാം കടക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.